ഇന്നത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ മഴ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ വളരെ ശക്തമായ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ. പക്ഷേ ഇന്നലെ ഒരു മരണം ഇടുക്കിയിൽ ഉണ്ടാകുന്നു. പേമാരിയാണ് ഇടുക്കിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനം ഒട്ടാകെ തന്നെ കനത്ത മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. വിവരങ്ങളുമായി സുവി ചേരുകയാണ്. സുവി, സംസ്ഥാനം ഒട്ടാകെ തന്നെ ശക്തമായ രീതിയിൽ മഴ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നും പല ജില്ലകളിലും രാവിലെ മുതൽ തന്നെ മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മഴ ശക്തമായി തന്നെ പെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഇടുക്കിയിൽ നമ്മൾ ഒരു സാഹചര്യം കൂടി കണ്ടതാണ്. ഇന്നത്തെ അലേർട്ടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാത്രമല്ല, ഇപ്പോൾ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഹരി, മഴ സംസ്ഥാനത്ത് തുടരുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം മഴയുണ്ടാകുമെന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്ന മുന്നറിയിപ്പാണുള്ളത്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. 11 ജില്ലകൾക്കും കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അതായത് ഈ മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഈ ഭാഗങ്ങളിലും മഴയുണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇന്നലെ ഈ ന്യൂനമർദ്ദം അതിശക്തമായ ന്യൂനമർദ്ദമായിരുന്നു. അത് ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുകൊണ്ടാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും തീവ്ര ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. മാന്നാർ കടലിടുക്കിന് മുകളിലും തീവ്ര ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചക്രവാത ചുഴിയുടെ സാന്നിധ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം സ്വാധീന ഫലമായാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ മറ്റ് ജില്ലകളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ. എന്നാലും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും വെള്ളപ്പൊക്കങ്ങളും വെള്ളം കെട്ടി നിൽക്കലും എല്ലാം തന്നെ മറ്റ് ജില്ലകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പേമാരി പോലൊരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ തുടർന്നുള്ള എത്ര ദിവസങ്ങളിൽ ഈ ഒരു മഴ ശക്തമാവാനൊരു സാഹചര്യം ഉണ്ടെന്നാണ് പ്രവചനങ്ങൾ? ഹരി, അടുത്ത 5 ദിവസത്തേക്ക് ഈ മഴ ഇങ്ങനെ തുടരാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇത് തുലാവർഷമല്ല, പകരം ന്യൂനമർദ്ദമാണ് എന്നാണ് ന്യൂനമർദ്ദം രൂപം കൊണ്ടതുകൊണ്ടാണ് ഈ മഴ ഉണ്ടായത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 5 ദിവസത്തേക്ക് ഈ ഒരു സാഹചര്യം തുടരാം. ഏതായാലും വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴയ്ക്കുള്ള സാധ്യതയില്ല. പക്ഷേ ചെറിയ തോതിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക്, അതായത് കടലിൽ പോകരുത് എന്ന വിലക്ക് തുടരുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മഴ ശക്തമാകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഒരു സാഹചര്യം നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പനുസരിച്ച് ഈ ഒരു സാഹചര്യം അടുത്ത 5 ദിവസത്തേക്ക് കൂടെ തുടരുകയും ചെയ്യും. ഹരി, യെസ്, അതാണ്. അപ്പോൾ വരുന്ന 5 ദിവസങ്ങൾക്കും കൂടി മഴ ശക്തമായി തന്നെ സംസ്ഥാനം ഒട്ടാകെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് സുവി റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇത് തുലാവർഷ മഴയല്ല, അത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന ഒരു കാഴ്ച. അത് തന്നെയാണ് ഈ ഇത്രയും ശക്തമായ മഴയിലേക്ക് മാറുന്നത് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും സുവിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
അതിശക്തമായ മഴ തന്നെയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിൽക്കുന്ന ഒരു സാഹചര്യം, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അങ്ങനെ 11 ജില്ലകളിലാണ് അലേർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നതാണ്. കാരണം വളരെ ശക്തമായ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനം ഒട്ടാകെ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്. കാരണം സംസ്ഥാനം ഒട്ടാകെ തന്നെ മഴ അതിശക്തമായി നിൽക്കുമ്പോൾ പോലും ഇടുക്കിയിൽ ദുരിത പെയ്ത്താണ് നടക്കുന്നത്. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് പതിച്ച മൺകൂനിയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു. കുമളി 1-ാം മൈലിൽ മലവെള്ളപ്പാച്ചിലിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. ചെളിമട KK റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. പ്രിൻസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രിൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസവും രാവിലെ തന്നെ സംസാരിച്ചതാണ്. ഇപ്പോൾ ട്രാവലർ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇടുക്കിയിൽ വീണ്ടും അതിരൂക്ഷമായ സാഹചര്യമാണ് മഴ മൂലം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാകുന്നത്. പല വീടുകളിലും കടകളിലും വെള്ളം കയറി ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 8-8:30 തുടങ്ങിയ മഴയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അർദ്ധരാത്രി വരെ ഈ ശക്തമായ രീതിയിൽ മഴ പോകുന്നൊരു സാഹചര്യം ഉണ്ട്. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ രാത്രിയിലും അതിശക്തമായ മഴ, പ്രത്യേകിച്ചും പെരിമേട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. കുമളി, വണ്ടിപ്പെരിയാർ, ആനവിലാസം, അണക്കര ഭാഗങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെരിയാർ തടാകത്തിലും പെരിയാർ വനമേഖലയിലുമൊക്കെ അതിശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ പെയ്തത്. നിരവധി വീടുകളിൽ വെള്ളം കയറി, വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യം. നിരവധി പേരെ സ്ഥലത്തിന്റെ സ്ഥാനത്തിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് പതിച്ച മൺകുനിയിലേക്ക് ഒരു ബൈക്ക് യാത്ര മരണപ്പെട്ട ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. രാത്രിയും മഴയായിരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മൺകുല കാണാൻ സാധിക്കാതെ വന്നതായിരിക്കാം അപകടത്തിലേക്ക് എന്നാണ് നിഗമനം. എന്തായാലും അതിശക്തമായ മഴയാണ് ജില്ലയിൽ തുടരുന്നത്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കുമളി മേഖലയിൽ ഒക്കെ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്ത ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ മഴ പെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കുറവുണ്ടായിരുന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും നിരവധി വീടുകൾക്കും ഒക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിരവധി ആളുകളുടെ സാധന സാമഗ്രികളൊക്കെ, വീടുകളിലെ സാധന സാമഗ്രികളൊക്കെ നശിച്ച ഒരു സാഹചര്യമാണ് ഇന്നലെയും കഴിഞ്ഞ രാത്രിയിലും ഉണ്ടായിരിക്കുന്നത്. ഹരി, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രിൻസ്, ഇപ്പോൾ വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ കുടുങ്ങിയ 4 അംഗ കുടുംബത്തെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഇടുക്കിയിൽ. മാത്രമല്ല വെള്ളാരംകുന്നിൽ അർദ്ധരാത്രി 12 മണിയോടെ ആ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇടുക്കിയിലെ സാഹചര്യം നിലവിൽ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലും എത്രമാത്രം രീതിയിൽ, കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇടുക്കിയിലൊരു മഴ കണ്ടതാണ്, അതിൻ്റെയും കൂടുതൽ ഒരു ശക്തമായ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് എങ്ങനെയാണ് സാഹചര്യം? രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. മിക്ക മേഖലകളിലും മഴ തോന്നിട്ടുണ്ട്. എന്നാൽ വൈകുന്നേരങ്ങളിൽ മഴ ആരംഭിക്കും. രാത്രിയോടെ അതിശക്തമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത്. അർദ്ധരാത്രിയോടൊക്കെ ശക്തമായ മഴ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നു. തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. പെരിയാറിൽ ഇപ്പോൾ നിലവിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നുവിടുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. 139.20 അടിയാണ് മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ്. 7800 ക്യൂസെക്സിലധികം വെള്ളം 13 സ്പിൽവേ ഷട്ടറുകളിലൂടെയായി പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഒപ്പം 1400 ക്യൂസെക്സോളം വെള്ളം തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അതിലധികം വെള്ളം ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം കനത്ത മഴ വനമേഖലയിലും പെരിയാർ തടാക മേഖലയിലുമൊക്കെ പെയ്യുന്നു. കൈവഴികളിലെല്ലാം, മുല്ലപ്പെരിയാറിന്റെ കൈവഴികളിലെല്ലാം അതിശക്തമായ നീരൊഴുക്ക് നിലനിൽക്കുന്നതിനാൽ തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് നിലനിർത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. അതുതന്നെ പെരിയാർ തടാക തീരത്തിരിക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഒപ്പം ഈ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം കുമളി, ചെളിമട മേഖലകളിലൊക്കെ നിരവധി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. അല്ല, ആദ്യമായി ഒരു ഒറ്റ ദിവസം കൊണ്ട് 6 അടിയോളം വെള്ളം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ മുല്ലപ്പെരിയാറിൽ. ആ ഒരു ആശങ്ക ജനങ്ങളിലേക്ക് കൊടുക്കണ്ടല്ലോ അല്ലേ? നിലവിലത്തെ സാഹചര്യത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരവസ്ഥ തുടർന്നു തന്നെയാണ്. 13 സ്പിൽവേ ഷട്ടറുകളിലും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. 7800-ലധികം ക്യൂസെക്സ് വെള്ളമാണ് ഒഴുക്കുന്നത്. ഒപ്പം അതിലധികമായി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥയുണ്ട്. നിലവിൽ 139.20 അടി പിന്നിട്ടാണ് ജലനിരപ്പ്. 136 അടി ആയപ്പോൾ തന്നെ അണക്കെട്ട് തുറക്കുമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിരക്കിലേക്ക് ജലനിരപ്പ് തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം
അതിശക്തമായ നീരൊഴുക്ക് തുടരുന്നൊരു സാഹചര്യമുണ്ട്. തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാട് മേഖലയിലും, അതായത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് വനമേഖലയിലും ഒക്കെ ശക്തമായ മഴ പെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരച്ചിൽപ്പാലം വഴി കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്പിൽവേയിലൂടെ വെള്ളം കൂടുതലായി പെരിയാറിലേക്ക് ഒഴുകിയെടുത്ത സാഹചര്യം വരും. കൂടുതൽ ജലനിരപ്പ് നദിയിൽ ഉയരാനുള്ള ഒരു അവസ്ഥ കൂടി വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയും അതിശക്തമായ മഴ തുടർന്നൊരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ജലനിരപ്പ് നദിയിൽ ഒഴുകിയിരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകും. ശരി, വ്യക്തമാണ്. പ്രിൻസാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പേമാരി സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നും ശക്തമായ രീതിയിൽ പ്രേക്ഷകരോട് ജനങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ശക്തമായ രീതിയിൽ മഴ മുന്നറിയിപ്പ് നിൽക്കുകയാണ്. വരുന്ന 5 ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സുബിയും പ്രിൻസുമാണ് വിവരങ്ങൾ നൽകിയത്.